ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു പാചക വീഡിയോ ആണ്. അപ്പോൾ എന്നും പറഞ്ഞ പോലെ തന്നെ കൂട്ടുകാരാരെങ്കിലും പുതുതായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. എന്നാൽ വീഡിയോയിലേക്കൊന്ന് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് അത്യാവശ്യം നല്ല പരിപ്പ് എടുത്തിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ നന്നാക്കി എടുക്കാം. അധികം കഷ്ണങ്ങളും കാര്യങ്ങളൊന്നുമില്ല. തക്കാളി, വെണ്ടയ്ക്ക, മുരിങ്ങാക്കായ, അങ്ങനെ അത്യാവശ്യം കുറച്ച് പച്ചക്കറി വെച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് നന്നാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ കഷ്ണങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് നന്നാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് കൂട്ടുകാർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുന്ന സാമ്പാറിൻ്റെ റെസിപ്പി ആവും. അപ്പോൾ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിലും വ്യത്യസ്തമായിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ എൻ്റെ രീതിയിലാണ് ഞാൻ ഇത് കാണിക്കുന്നത്. തേങ്ങയും കാര്യങ്ങളൊന്നും അരക്കാതെ നല്ല തിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാറിൻ്റെ റെസിപ്പിയും കൂടെയാണിത്. അങ്ങനെ ആ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ടുണ്ട്. പച്ചക്കായേൻ്റെ തൊലിയൊന്നും അധികമൊന്നും കളഞ്ഞിട്ടില്ല. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കട്ടെ. അപ്പോൾ കുക്കറിൽ നന്നായിട്ട് പരിപ്പ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം ഇതിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നല്ല അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ എരിവിനനുസരിച്ച് 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ നല്ല വറുത്ത മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യമായിട്ടുള്ള കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം കായം കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തേങ്ങയും കാര്യങ്ങളൊന്നും അരക്കാത്തതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ഇട്ടൊക്കെയാണ്. പിന്നെ അത്യാവശ്യം കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ, അതുപോലെ തന്നെ പുളിയും കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ മല്ലിയില ചേർക്കുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. അങ്ങനെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, കറിവേപ്പില, അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ചേർത്തിട്ട് ഇതിൽ വറുത്തിട്ടാൽ സ്വാദിഷ്ടമായ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.